ഹലോ ഫ്രണ്ട്സ്, ഗ്യാസ് അപകടങ്ങളിൽ നിന്നും നമുക്ക് സുരക്ഷിതരാകാം. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന ഓട്ടോമാറ്റിക് അല്ലാത്ത സാധാരണ സ്റ്റൗവ് കത്തിക്കുന്നത് നമ്മൾ ലൈറ്റർ ഉപയോഗിച്ചാണ്. സ്റ്റൗവിൻ്റെ ലൈറ്റർ. ചില ആളുകൾ ലൈറ്റർ കംപ്ലൈൻ്റ് ആകുമ്പോൾ സിഗരറ്റ് ലാമ്പ് ഉപയോഗിച്ച് സ്റ്റൗ കത്തിക്കുകയും ആ ലാമ്പ് എളുപ്പം എടുക്കാൻ വേണ്ടി ആ സ്റ്റൗവിൻ്റെ താഴെ തന്നെ അത് സൂക്ഷിക്കുകയും ചെയ്യുന്ന ശീലം ചിലരിൽ കാണാറുണ്ട്. ഇത് അപകടമാണെന്ന ഒരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ലാമ്പ് വളരെ നിസ്സാരമായി ചെറുതായി നാം കാണരുത്. അതിൽ ഗ്യാസ് ഉണ്ടെങ്കിലും അത് ഗ്യാസ് ഇല്ലാത്ത കാലി ലാമ്പാണെങ്കിൽ പോലും അതിന് ശക്തമായ ചൂട് തട്ടിയാൽ അത് പൊട്ടിത്തെറിക്കും. ഇപ്പോൾ സ്റ്റൗവിന് താഴെ ഇരിക്കുന്ന ഈ ലാമ്പ് നമ്മൾ സ്റ്റൗ കത്തിക്കുമ്പോൾ പാത്രത്തിലേക്ക് മാത്രമല്ല ചൂട് തട്ടുന്നത്, ഒപ്പം സ്റ്റൗവിൻ്റെ താഴോട്ടും ആ ചൂട് പതിക്കും. കുറേ നേരം ചൂട് ആകുമ്പോൾ ആ ലാമ്പ് പൊട്ടിത്തെറിക്കുകയും കുക്കർ പൊട്ടിത്തെറിക്കുന്നത് പോലെ നമ്മുടെ സ്റ്റൗവിൻ്റെ മുകളിലുള്ള പാത്രങ്ങളുമെല്ലാം മുകളിലേക്ക് ശക്തിയായി തെറിച്ചു പോകും. അപ്പോൾ അടുത്ത് നമ്മൾ നിൽക്കുകയാണെങ്കിൽ അത് നമുക്കും അപകടകരമാണ്. അതുകൂടാതെ തന്നെ ഈ ലാമ്പ് നമ്മുടെ ഉപയോഗം കഴിഞ്ഞ് അത് കാലിയാകുമ്പോൾ അത് മുറ്റത്തേക്ക് വലിച്ചെറിയുന്ന ഒരു ശീലവും നമുക്കുണ്ട്. അങ്ങനെ അത് മുറ്റത്തേക്ക് വലിച്ചെറിയുമ്പോൾ നമ്മുടെ മുറ്റം അടിച്ചു കൂട്ടി വേസ്റ്റൊക്കെ അടിച്ചു കൂട്ടുന്ന സമയത്ത് നമ്മൾ ഈ ലാമ്പും ആ കച്ചറയിൽ ചെന്ന് പെടുകയും അത് കത്തിക്കുമ്പോൾ ചെറിയ പടക്കം പൊട്ടുന്നത് പോലെയുള്ള ഒരു പൊട്ടിത്തെറി നമ്മൾ കേൾക്കാറുണ്ട്. ആ സമയത്ത് നാം അവിടെ ഉണ്ടെങ്കിൽ ആ ലാമ്പിൻ്റെ പൊട്ടിത്തെറിക്കുന്ന ലാമ്പിൻ്റെ ചീളുകൾ നമ്മുടെ ശരീരത്തിൽ തറച്ചു കയറാനും സാധ്യതയുണ്ട്. അത് നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതുപോലെ തന്നെ ലാമ്പ് പോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഈ സ്പ്രേ ബോട്ടിലുകൾ. നാം മേടിച്ച് ഉപയോഗം കഴിഞ്ഞ് വലിച്ചെറിഞ്ഞു കളയുന്ന സ്പ്രേ ബോട്ടിൽ, സ്പ്രേ പെയിൻറ്റിൻ്റെ ബോട്ടിലുകൾ, ഇതുപോലുള്ള ബോട്ടിലുകൾ കാലിയാകുമ്പോൾ വലിച്ചെറിയുകയും നമ്മൾ മുറ്റമടിച്ച് വൃത്തിയാക്കി വേസ്റ്റ് അടിച്ച് കൂട്ടുമ്പോൾ ചിലപ്പോൾ അതിൽ ചെന്ന് പെടുകയും അത് കത്തിക്കുമ്പോൾ അത് വലിയൊരു പൊട്ടിത്തെറി, വലിയൊരു ദുരന്തമുണ്ടാകും. ജീവന് വരെ ഭീഷണിയാണ്. ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നാം ഇത് നിസ്സാരമായി കരുതാതെ ഈ ലൈറ്റർ, ലാമ്പ്, സ്പ്രേ പെയിൻറ്റ്, സ്പ്രേ ബോട്ടിലുകൾ, ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മൾ ഉപയോഗം കഴിഞ്ഞ ശേഷം നമ്മൾ അത് അടിച്ചു കൂട്ടുന്ന വേസ്റ്റിലേക്ക് ഇടാതെ വേർതിരിച്ച് മാറ്റി വെക്കുകയും കത്തിക്കുന്ന ചൂടാകുന്ന അവസ്ഥയിൽ പൊട്ടിത്തെറി ഉണ്ടാകാൻ സാധ്യതയുള്ള ഈ സാഹചര്യത്തിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. ഇത് പരമാവധി നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ഇത് എല്ലാവരും ലൈക്ക് ചെയ്യുക. എൻ്റെ ഈ വീഡിയോ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും തുടർന്നുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കും. എല്ലാവർക്കും നന്മകൾ ആശംസിക്കുന്നു.